റസൂലുള്ളാഹി എൻ്റെ ഉമ്മത്തിന്റെ ദോഷം പുറത്തു കൊടുക്കണമേ, എൻ്റെ ഉമ്മത്തിന്റെ ദോഷം പുറത്തു കൊടുക്കണമേ എന്ന് പറയുന്നത്. ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഖുൽ യഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങളുടെ അമല് അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്, വൽ മുഅ്മിനൂന മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള അവസ്ഥയാണിത്. മൂന്നാമത്തെ റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറകത്തി ഫീ മജാലിസിഹിം. നബിതങ്ങളുടെ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ദിക്റിന്റെയും ഇൽമിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിതങ്ങൾ ചുറ്റിക്കറങ്ങുകയാണ്. വഹുളൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി. നബിതങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ ആ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കാൻ തങ്ങൾ പോകുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതാണ് ഇപ്പോൾ നബിതങ്ങൾക്കുള്ള ജോലി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് സംഗതി എന്തായാലും മരിച്ചുപോയി, പക്ഷെ ആ മരണത്തിന് ശേഷമുള്ള അവസ്ഥ നോക്കുമ്പോൾ ഭയങ്കര റാഹത്തിലാണ്. നമ്മൾ ചില മയ്യിത്തിനെ പറ്റി പറയാറ്, ചില മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് പോരുമ്പോൾ പറയും വല്ലാത്തൊരു റാഹത്തുള്ള മയ്യിത്ത് നിസ്കാരമായി പോയി. എന്താണ് അങ്ങനെ ചില മയ്യിത്ത് നിസ്കാരം എത്ര റാഹത്താവാൻ കാരണം? ഒരു മരിച്ചയിടത്ത് കൂടിയാലും ദുഃഖത്തിന്റെ ഘട്ടമാണെങ്കിലും നമ്മുടെ മനസ്സിന് ചില